السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد എൻ്റെ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന ചില മനോഭാവങ്ങളും ചില പ്രവർത്തനങ്ങളും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചർച്ച. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി വികാരങ്ങൾ വെച്ചിട്ടുണ്ട്. ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാവും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിനുണ്ടാവും. ആഹ്ലാദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നോളണം എന്നുള്ളതാണ്. വികാരങ്ങൾ മുഴുവനും ഉപ്പാണ്. കൂടുതലാകാനും പാടില്ല, കുറവാകാനും പാടില്ല. മനുഷ്യൻ്റെ അസ്തിത്വ നിർമ്മാണത്തിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് ഒക്കെ കറക്റ്റായിട്ടാണ്. ഒന്ന് കൂടാൻ പാടില്ല, ഒന്ന് കുറയാൻ പാടില്ല. പ്രഷർ കൂടിയോ ഇല്ലേ, ഇതെല്ലാം ഷുഗർ കുറഞ്ഞോ, ഷുഗർ കൂടിയോ, ഇതെല്ലാം ഒരു കറക്റ്റാക്കി വെച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമ്മുടെ കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുകയും മറിയുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഈ ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതും സൃഷ്ടിച്ചു, ചീത്തയും സൃഷ്ടിച്ചു. നല്ലതിനെ സ്വീകരിക്കുന്ന ആളുകൾ നന്നായി പോകുന്നു, ചീത്തയെ സ്വീകരിക്കുന്ന ആളുകൾ ചീത്തയായി പോകുന്നു. അവൻ്റെ മനോഭാവം, അവൻ്റെ മാനസികതലവും അങ്ങനെയായി പോകും. ഏതൊരു വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കുന്നുവോ അതായി മാറും ആ വ്യക്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസ് അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു യുക്സിറു അൻ യഖൂല, അധികമായി പറയുന്നവര്. എന്താ പറഞ്ഞിരുന്നത് അറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഈ കൽബിനെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ നിന്റെ കൽബിനെ നീ സ്ഥിരപ്പെടുത്തണേ, ഉറപ്പിച്ചു നിർത്തണേ, സ്ഥിരമാക്കണേ. ആരാ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂൽ നിരന്തരമായി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ കാര്യം പറയേണ്ടത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഉള്ള സമയം കുറഞ്ഞ സമയമാണെങ്കിലും അത് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. കുറച്ച് പറയുന്നു, കൂടുതൽ നിങ്ങൾ ചിന്തിച്ചോളണം. മനസ്സിലായല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പറയണത്, നമ്മൾ ഈ സമയത്ത് പറയണത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചോണ്ട് പറയണം. ഏത് സമയത്തും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഫഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ആമന്നാ ബിക, അങ്ങയെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചല്ലോ, ഓ ബിമാ ജിഇത ബിഹി, അങ്ങ് കൊണ്ടുവന്നത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു, ഫഹൽ തഖാഫു അലൈന, പിന്നെ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് നബി? ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഈമാൻ പൂർണ്ണമാക്കിയിരിക്കുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊള്ളണം, ഇന്നൽ ഖുലൂബ, തീർച്ചയായും ഹൃദയം, ഖൽബ്, ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ, അള്ളാഹുവിൻ്റെ വിരലുകളുടെ ഇടയിലാണ്. അള്ളാഹുവിൻ്റെ വിരലുകളിൽ നിന്നുള്ള ഒരു വിരലിൻ്റെ രണ്ട് വിരലിൻ്റെ ഇടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാഉ, അവൻ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ മറിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് വിരലൊന്നുമില്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നാണ്. അള്ളാഹ് ഒരു വസ്തുവിനോടും തുല്യമായവനല്ല, അള്ളാഹിനെ പോലെ ഒരു വസ്തു ഇല്ല ഇവിടെ. പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾക്ക് തിരിയാവുന്ന ഒരു ആലങ്കാരികമായ പദം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അള്ളാഹ്ക്ക് രണ്ട് നമ്മളെ വിരൽ പോലൊക്കെ രണ്ട് വിരലുകൾ അതിൻ്റെ വിരലിൻ്റെ ഇടയിൽ എന്നല്ല. അതൊരു ആലങ്കാരികമായ വാക്ക് ഉപയോഗിച്ചതാണ്. ഈ രീതിയിലാണ് മനുഷ്യൻ്റെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ എപ്പോൾ ഉദ്ദേശിച്ചോ അപ്പം അതിനെ മറിക്കുന്നതാണ്. ദുന്യാവിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളെ തലച്ചോറ്റിൻ്റെ അകത്തേക്ക് എത്തുന്നത് ഹസ്സിയാത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ട്, കേട്ട്, സ്പർശിച്ച്, മണത്ത്, രുചിച്ച്, ഇതിലൂടെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതായി മാറും. നമ്മൾ നല്ലത് ഉപയോഗിച്ചോ നല്ലതാവും, കൂടുതൽ ചീത്തയാവും ഉപയോഗിക്കുന്നത് നമ്മൾ ചീത്തയാവും. എന്നാൽ അതിനൊക്കെ നമ്മൾ എല്ലാത്തിനെയും പരമാവധി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പരമാവധി നമ്മൾ അതിനെന്താക്കണം? കേൾവി നല്ലത് കേൾക്കുക, കാണുക നല്ലത് കാണുക. മനസ്സിലായി? അധികമായി നമ്മൾ എന്ത് ചിന്തിച്ചാലും ശരി
അധികമായി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, കൂടുതലായി നമ്മൾ ചിന്തിക്കുന്നത് അതായി മാറും നമ്മൾ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ഇവിടെ ഈ ആഭ്യന്തരമായി ഈ സൃഷ്ടികളെ സംബന്ധിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. അള്ളാഹുവേ, ഈ ആകാശഭൂമിയും നീ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതാണ്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്ന പ്രതിഭാസങ്ങൾ, ഇതെല്ലാം കാണുക, ഇതെല്ലാം പഠിക്കുക, ഇതെല്ലാം നിരീക്ഷിക്കുക. ലായാത്തിൽ ഉള്ളിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ആ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. അവർ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലൊക്കെ അവർ നിന്ന് നിസ്കരിക്കും. അതിന് കഴിയാത്ത സന്ദർഭത്തിൽ ഇരുന്ന്, കഴിയാത്ത സന്ദർഭത്തിൽ കിടന്ന്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. ഇങ്ങനെ ചിന്തിച്ച് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നവർ. നമ്മൾ കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകണ്ടാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്തുകളെ, സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ. ഇന്ന് പിന്നെ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പം ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോണ്, അല്ലേ? ഇത് വരുത്തിവെക്കുന്ന, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ഇത് വരുത്തിവെക്കുന്ന അപകടം ചില്ലറയല്ല. അത് വളരെ ഗൗരവമേറിയതാണ് ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ടൈം ടേബിൾ വെക്കണം. ഇബാദത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി, അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കാണാനും അതുപോലെ അതുമായി സംസാരിക്കാനും ഒക്കെയുള്ള സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അല്ലാതെ ഒന്നുകിൽ മാത്രം കൂടിയത് മാത്രമായാൽ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, വികാരങ്ങൾ ഒപ്പുപോലെ കൂടിയാലും കുറഞ്ഞാലും. ഇപ്പം നമ്മൾ നോക്കും, ഈ കാണുന്ന വാച്ചിൽ ചെറിയ ചെറിയ വീലുകളുള്ള, പല്ലുകളുള്ള ചെറിയ വീലുകൾ നിരവധിയുണ്ട്. അതിൽ നിന്ന് ഒരു വീലെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ അതിലെ താളം തെറ്റി. എന്നാൽ ഇതുപോലെയാണ് മനുഷ്യനിൽ എന്തെങ്കിലും ഒരു തകരാറ് നമ്മൾ സ്വീകരിക്കുന്നതിൽ, നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും കൂടുതലായിക്കൊണ്ടോ അല്ലെങ്കിൽ അപകടകരമായ കാര്യങ്ങളോ സ്വീകരിച്ചാൽ ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ്. മിക്കവാറും ആളുകൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാര്യമായി മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു 90% ആളുകളും മൊബൈൽ നോക്കി അങ്ങോട്ട് ഉറങ്ങലാണ്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ മെസ്സേജുകളും അതിൽ നിന്ന് കിട്ടുന്ന പഠനങ്ങളും നമ്മുടെ തലച്ചോറ്റിൻ്റെ അകത്ത് രജിസ്റ്റേർഡ് നടക്കുകയാണ്. അത് ഉപഭോക്ത മനസ്സാണ് ഇത് സ്വീകരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് വലിയ അപകടം പിന്നീട് വരാനുണ്ട് എന്ന് നാം ചിന്തിക്കണം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ കോമഡിയാണ് കൊടുക്കുന്നത്, സിനിമയാണ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ മറ്റ് അനാശാസ്ത്ര കാര്യങ്ങൾ കൊടുക്കുന്നത്, എന്താ കൊടുക്കുന്നത്? നമ്മളെ തലച്ചോറ്റിൻ്റെ അകത്തേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഉപബോധ മനസ്സിൽ സ്വീകരിക്കാൻ പോകുന്നത് അതാണെങ്കിൽ മറ്റൊരവസരത്തിൽ അത് നമ്മൾക്ക് പ്രശ്നമായി മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, ചില ആൾക്കാരൊക്കെ പറയും, ഞാനേ കുറച്ച് ദിവസം, ഒരാളെന്നോട് പറഞ്ഞതാണ്, ഞാൻ കുറച്ച് ദിവസം ഉസ്താദേ ഒരു കോമഡി കണ്ടു. ഞാൻ കട്ടിലിൽ കിടന്നപ്പോൾ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ അത് കണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങും. അങ്ങനെ ഉറങ്ങി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെ ചിലപ്പോഴൊക്കെ ഞാനത് കാണും. പിന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരികയാണ്. എപ്പോഴും ഇങ്ങനെ അത് എൻ്റെ മനസ്സിനെ അലട്ടുകയാണ്. കാരണം ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആ കോമഡിയാണ് എൻ്റെ അടുത്ത് വരുന്നത്, എൻ്റെ മനസ്സിൽ വരുന്നത്. അതുമല്ലെങ്കിൽ ഞാനത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ് ദിക്ർ ചെല്ലുമ്പോൾ അതേ സമയത്തും എൻ്റെ മനസ്സിൽ അതിങ്ങനെ വരികയാണ്, അത് പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അത്തരം കാര്യങ്ങൾ നമ്മളുടെ ഉപഭോക്ത മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് നമ്മളെ പ്രശ്നത്തിലാക്കുക എന്ന് ചോദിച്ചാൽ മരിക്കണ സന്ദർഭത്തിൽ ഇത് മുഴുവനും നമ്മുടെ മനസ്സിൽ വരും, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾക്ക് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയാതെ പോകുന്നൊരു വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആലോചിച്ച് നോക്കണം. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദിവസം നമ്മളിങ്ങനെ തലച്ചോട്ടിക്ക് കൊടുക്കുകയാണ്. ഈ വെറുതെ കിടക്കുകയാണെങ്കിൽ, പകൽ കിടക്കുകയാണെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിൽ, ഇപ്പം പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടലില്ല.
എവിടെ നോക്കിയാലും കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇതിങ്ങനെ 24 മണിക്കൂർ ഉറങ്ങിയാൽ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞോട് ഞാനേ നീ എടുക്കാനാവില്ലാന്ന് വിചാരിച്ചാൽ എൻ്റെ കൈ കൈമക്കൾ പോകും. ഇതാണ് അഡിക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിൽ വരും. നമ്മൾ കൂടുതൽ പറയുന്നതും നമ്മൾ കൂടുതൽ മനസ്സിൽ പേറി നടക്കുന്നതും എന്താണോ അത് മരിക്കുന്ന സന്ദർഭത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ കൂടുതലായിക്കൊണ്ട് പറയുന്നു, കൂടുതലായിക്കൊണ്ട് ചെയ്യുന്നു, കൂടുതലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് രോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിന് തകരാറ് വരുമ്പോൾ വരുന്നത് എന്തായിരിക്കും? അതായിരിക്കും. പഴയ ഉസ്താദന്മാർ പറയും, മക്കളെ ഈ പാട്ടൊക്കെ പാടി പഠിച്ചോളി, നമുക്ക് പിരാന്തായ പാടാണ്. ഉദാഹരണം പറയാൻ ഉസ്താദന്മാർ, ഞാൻ ഹോസ്പിറ്റലിൽ നമ്മൾ ബന്ധപ്പെട്ട ഒരാൾ അഡ്മിറ്റായി കിടക്കുമ്പോൾ എൻ്റെ വല്യമ്മന്നെ ഞാൻ അവിടെ ചെന്നു, ജില്ലാസ്പത്രിയിലാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പുറത്തേക്ക് കെട്ടി ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനെ എല്ലാവരും പാടെ കൂടിയിട്ട് പിടിച്ചു വെച്ചിരിക്കുക, മരുക്കളൊക്കെ പാടെ കൂടിയിട്ട്. ഈ മനുഷ്യൻ്റെ തൊള്ളയിലൂടെ വായിലൂടെ അള്ളാഹുവിൻ്റെ ദുന്യാവിൽ എന്തെല്ലാം മോശമായ വാക്കുണ്ടോ ആ വാക്കുകളാണ് ഈ മനുഷ്യൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കൾ പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ പറയരുതേ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ മൂപ്പര് നിർത്തുന്നില്ല. മൂപ്പര് പറയുന്ന ഒരൊറ്റ വാക്കുതാണ്, എനിക്ക് മൂത്രം ഒഴിക്കണം, എന്നെ വിട്, അങ്ങനത്തോരെ ഇങ്ങനത്തോരെ. ലോകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടുത്തെ ആ ഭാഷകളും വാക്കുകളൊന്നും. എന്തെല്ലാം മോശമായ വാക്കുണ്ടോ അതെല്ലാം മനുഷ്യൻ്റെ നാക്കിലൂടെ വരുന്നു. പുറത്തു പോയി തിരിച്ചു വന്നപ്പോതിന് ഇന്നാലില്ല അദ്ദേഹം മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കൊരു വിധി പറയാൻ പറ്റൂല. കാരണം എന്താ, അതങ്ങനെ പറഞ്ഞ് ആ മനുഷ്യൻ മരിച്ചത്. അപ്പോൾ യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി, ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവൻ സാധാരണ ഉപയോഗിക്കുന്നത് എന്തോ അതിൻ്റെ മേലാണ് മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതം ഭയത്തിൻ്റെയും പ്രത്യാശത്തിൻ്റെയും ഇടയിലായിരിക്കണം. ഭയം കൂടുതലാകാൻ പാടില്ല, എന്നാൽ ഭയം വേണം, പ്രത്യാശ ആഗ്രഹം വേണം. ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞാട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ റഅദിൽ ആയത്തുണ്ട്, ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുൻസിഉ സ്സഹാബ അസ്സിഖാൽ. ഹുവല്ലദീ, ഒരു അള്ളയാണ്, യുരീകുമുൽ ബർഖ, ഇടിനാളത്തെ നിങ്ങൾ കാണിച്ചു തരുന്നു, ഖൗഫൻ വതമഅൻ, ആഗ്രഹിച്ചവരായിട്ട് ഭയപ്പെട്ടതായിട്ടും, നിങ്ങൾ പ്രത്യാശിക്കുന്നവരായിട്ടും ഭയപ്പെടുന്നവരായിട്ടും, ഭാരമുള്ള കനമേറിയ മേഘത്തെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇല്ലേ, നമ്മൾ ഇപ്പോൾ അടുത്ത് വേനൽ ചൂട് കൊണ്ട് പൊരിയാണ് അല്ലേ, ഭയങ്കരമായ ചൂട്. ഒരു മഴ പെയ്താണ്, എല്ലാവരും പറയാൻ തുടങ്ങി, മത്തിന ഉസ്താദന്മാർ പറയാൻ തുടങ്ങി. അതുപോലെ മറ്റുള്ള ആൾക്കാർക്ക് പ്രവർത്തനം, എൻ്റെ മഴ, രണത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ച് തരണേ, നീ വർഷിപ്പിച്ച് തരണേ. അപ്പോഴാണ് ഇരുണ്ട മേഘങ്ങൾ ഇങ്ങനെ വരുന്നത്. വളരെ ഭാരമേറിയ മേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ സമയത്താണ് ഇടിനാളങ്ങൾ വരുന്നത്. ഇപ്പം എന്താ നമുക്ക്, അല്ലാഹു ഇടി പൊട്ടുന്നുണ്ട്. ആ ഇടിനാളം നമ്മളെ എത്ര കണ്ട് ഭയപ്പെടുത്തുന്നു, പ്രത്യാശ നമ്മൾക്ക് എത്രമാത്രം ഉണ്ടാകുന്നു. മഴ പെയ്യണം, കൃഷി സമൃദ്ധമാകണം, നമ്മൾക്ക് കാലാവസ്ഥ അനുകൂലമാകണം, എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ വരികയാണ്. അതേ സന്ദർഭത്തിൽ ഇടിയെ സംബന്ധിച്ച് ഭയപ്പെടുന്നുണ്ട്. ഇതേ രീതിയിൽ മനുഷ്യൻ്റെ ഒരു ജീവിതം ആകാംക്ഷയുടെയും അതുപോലെ തന്നെ പ്രത്യാശയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കണമെന്നാണ്. ആ മോമിനിയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ മോമിനിയങ്ങളായ ഒരു വിഭാഗം ആളുകൾ കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി, ഹൈറായ കാര്യങ്ങളിൽ അവർ ധൃതിയാവും. മനസ്സിലായി, അവർ നമ്മോട് പ്രാർത്ഥിക്കും, റഹബൻ വറഹബ, കൂലിയെ ആഗ്രഹിച്ച് ഭയപ്പെട്ടതായിട്ടും ആശിച്ചതായിട്ടും അവരെ എന്നോട് ചോദിക്കും. കാനൂലന ഖാശിഈൻ, അവർ എന്നോട് ഭയഭക്തിയുള്ള ആളുകളാണ്, നല്ല മുഅ്മിനീങ്ങളായ ആളുകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് ഇവിടുന്ന് കണ്ട് കേട്ട് തൊട്ട് മണത്ത് രുചിച്ചൊക്കെ കിട്ടുന്ന ആ അറിവുകൾ നമ്മുടെ തലച്ചോറ്റിലേക്ക് കൊടുക്കുമ്പോൾ, ഉപഭോക്ത മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊരു പരിധി വേണം. അതിനൊരു പരിധി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ പിന്നെ ലാസ്റ്റ് എന്താ, കൂടുതൽ സമയത്ത് ഒരു കാര്യം സംബന്ധിച്ച് ചിന്തിക്കാൻ നിൽക്കേണ്ട, കൂടുതൽ സംബന്ധിച്ച് അതിന് നമ്മൾ ഭയപ്പെടാൻ നിൽക്കേണ്ട. അതിന് നിലക്ക് ഒരു പാകത്തിന് ആകാഞ്ഞാൽ മുഴുവനും പ്രശ്നത്തിലാവും.
മരണം എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, എങ്ങനെയാണെന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെ എന്ന് അവർ കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ മരണമാസന്നമായി കഴിഞ്ഞാൽ ആ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഗുഹ, ആ ഗുഹയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുകയാണെന്നാണ്. അതിനുള്ള സാമഗ്രികളൊക്കെ ഘടിപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ മാനസിക തലം പരിശോധിച്ചതാണ് ഇവർ. അങ്ങനെ ആ ഗുഹയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ പോകുന്നു. അങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സന്ദർഭത്തിൽ അവൻ ഈ ദുന്യാവിൽ വന്നിട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും അവൻ്റെ മനസ്സിൽ വന്നു പോകുന്നു എന്നുള്ളതാണ്. മുഴുവനും ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്നു പോകും. അങ്ങനെ ഈ ഗുഹയിലൂടെ സഞ്ചരിച്ച് ഈ മനുഷ്യൻ പോയിട്ട് ഒരു ശൂന്യമായ വെള്ളപ്പുകയിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കുകയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് ഖുർആനോ ഹദീസോ ആയിട്ടുള്ളതല്ല. അങ്ങനെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമ്മൾക്കത് ശല്യം ചെയ്യും. കൂടുതൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിനൊക്കെ ദീനിൽ ഇസ്ലാമിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബിയെ തങ്ങൾ പറയേണ്ട അടിമകളോട്, അവരെ ശരീരത്തെ സംബന്ധിച്ച് അതിക്രമം കാണിച്ച ആളുകളോട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തെ സംബന്ധിച്ച് ആശ മുറിയേണ്ട, ആഗ്രഹം നിങ്ങൾ നിലക്കണ്ട. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പുറത്തു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്, നമ്മളെ തലച്ചോറ്റിൻ്റെ അകത്തേക്ക് എന്താണോ കൂടുതൽ കൊടുക്കുന്നത് അതായിരിക്കും നമ്മൾ കൂടുതലായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അതായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ലിമിറ്റ് വെക്കുക. വികാരം എന്നതൊരു ഉപ്പാണ്. ആ ഉപ്പനുസരിച്ച് അതുപോലെ നമ്മുടെ ഈ വികാരങ്ങളെ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചൊക്കെ അറിയുന്ന അറിവുകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സകലത്ര അഅ്മാലുകളെയും സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ മരണത്തിനെന്തില്ല, പ്രായപരിധിയില്ല. ആലോചിച്ചോ, ഒരു മനുഷ്യൻ എവിടെ വെച്ച് മരിക്കുന്ന ആർക്കും അറിയില്ല. അതിൻ്റെ അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. അപ്പോൾ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന റബ്ബ്, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഘടകങ്ങളെയും ഓരോ ജീനുകളെയും ഓരോ രോമത്തെയും നിയന്ത്രിക്കുന്ന ഖാലിക്കായ ഉടമസ്ഥൻ, ആ ഉടമസ്ഥൻ്റെ തീരുമാനം അനുസരിച്ചു കൊണ്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. നമ്മളൊക്കെ ഒരു നിശ്ചിത സമയപരിധി വരെ വാടകയ്ക്ക് തന്ന സാധനം പോലെ ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട കോലത്തിൽ ഉപയോഗപ്പെടുത്തുക. ദുനിയാവ് എന്നുള്ള ഒരു പരീക്ഷണശാലമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. ഇതിൽ കാര്യമായി ദുന്യവിയായ നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടോ അതിൽ മറ്റൊന്നുമല്ല. നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും സ്ഥാപന അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വാങ്ങ് പറയാം, അതുപോലെ പാതിരാപച്ച വാങ്ങ് ഇതൊക്കെ നടന്നിരുന്നു. അപ്പോൾ ആ ഒരു കാലമുണ്ടായിരുന്നു. അതിൽ ഓർമ്മ വന്നപ്പോൾ ഇപ്പോഴും നമ്മൾക്കത് ചെയ്യാറ്. 16 ആളുകൾ നമ്മൾ ചിലതൊക്കെ കാണും, ചിലതൊന്നും കാണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അഅ്മാലുകൾ സ്വീകരിക്കട്ടെ. അപ്പോൾ എനിക്ക് കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രാർത്ഥന നിങ്ങളും ഞാനടക്കം നിന്റെ ശരീരത്തിനോടാണ് പറഞ്ഞത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. തഹയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം സലാം വിട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്കിത് പറയാം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. മനസ്സിലല്ലോ. അപ്പം നമ്മളെ കൽബിൽ അല്ലാഹു തആല ഈമാനിൻ്റെ മാധുര്യം വിട്ടു തരുമെന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ദ്വാരകളൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് നിങ്ങളോട് പറഞ്ഞു. ഞാൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബിനു അബ്ദിക വബിനു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി. ചെല്ലുകൊണ്ടേ നമ്മളൊന്നും ചെല്ലുകൊണ്ടേ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഏത് മനസ്പ്രയാസങ്ങൾ, ഏത് ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മൾ അറിയാതെ നമ്മളുടെ ദുഃഖങ്ങളാണ്. നമുക്ക് വിചാരിക്കാത്ത കാര്യത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്നെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.